അപ്പൊ റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം. മാപ്പിളപ്പാട്ട് കലാകാരിയാണെന്ന് ഞാനിവിടെ പറഞ്ഞു. അപ്പം ഈ മാപ്പിളപ്പാട്ടിനോടുള്ള ഒരു ഇഷ്ടം, കൊല്ലംകാരിയാണ്, അപ്പൊ മാപ്പിളപ്പാട്ടിനുള്ള ഒരു സ്പെഷ്യൽ ഇഷ്ടം വരാനായിട്ട് ആരാണ്, എന്തെങ്കിലും ഒരു കാരണമുണ്ടോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് അങ്ങനെ വലിയ ഇൻട്രസ്റ്റ് ടു ബി ഫ്രാങ്ക് ഇല്ലായിരുന്നു. ആണോ? അപ്പോൾ ഞാൻ ഭയങ്കര ഷൈ ആയിരുന്നു കൊച്ചിലെ മുതൽ. ഈ പാട്ട് പാടുന്നതും അതുപോലെ ഈ ഓപ്പൺ ആയിട്ടൊക്കെ പാടുന്നതൊക്കെ ഭയങ്കര ഷൈ ആയിരുന്നു. പക്ഷെ ഒരു 7ാം ക്ലാസ് കഴിഞ്ഞപ്പോഴത്തേക്കും പിള്ളേർ കലോത്സവ സമയമൊക്കെ ആകുമ്പോൾ ക്ലാസ്സിൽ നിന്ന് പോവുമല്ലോ. അപ്പം എനിക്കും ഇങ്ങനെ പോയാൽ കൊള്ളാൻ തോന്നി. അങ്ങനെയാണ് ഞാൻ ഫസ്റ്റ് ആയിട്ട് പോണേ. അപ്പം ഒപ്പനയുടെ സെലക്ഷൻ നടക്കുന്ന സമയമായിരുന്നു. അപ്പം ആദ്യമൊക്കെ എന്നെ ഭയങ്കരമായിട്ട് ഞാൻ പാടുന്ന അറിയാവുന്നതുകൊണ്ട് മ്യൂസിക് ടീച്ചർ ഉണ്ടായിരുന്നു നമുക്ക്. അപ്പം അവർ വിളിക്കുമായിരുന്നു, പക്ഷേ ഞാൻ പോകാൻ തയ്യാറാവത്തില്ലായിരുന്നു. ഇതിപ്പം ഞാൻ അങ്ങോട്ട് തന്നെ ചാടി കയറി ചെന്നു. മാപ്പിളപ്പാട്ടെന്ന് പറയുമ്പം സാധാ മുസ്ലിംസ് ഭയങ്കര അഡിക്റ്റഡ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരുപാട് അറിയായിരിക്കും പാട്ട്. പക്ഷെ എനിക്ക് അങ്ങനെയല്ല, എനിക്ക് മാപ്പിളപ്പാട്ടുകൾ തീരെ അറിയത്തില്ലായിരുന്നു. അപ്പോൾ ചെന്നപ്പോൾ സെലക്ഷന് പാട്ട് പാടണമല്ലോ. അങ്ങനെ എങ്ങനെയോ ഞാൻ ഏതോ 4 വരി കേട്ടിട്ടുള്ളത് വെച്ച് പാടി. അങ്ങനെ അന്നോട്ടാണ് ഞാൻ ഒപ്പനയ്ക്ക് പാടി തുടങ്ങി. അപ്പോൾ പിന്നെ ഇവര് പിന്നെ മാപ്പിളപ്പാട്ടിന് സിംഗിളായിട്ട് മത്സരിക്കാൻ പോകലുണ്ട്. അപ്പോൾ അതിൽ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. എനിക്കാണെങ്കിൽ ഒരു ടച്ചില്ല, ബാക്ക്ഗ്രൗണ്ട് ഇല്ല, ഒന്നും അറിയത്തില്ല എന്നെ പറ്റി. പക്ഷെ പുള്ളി എന്നെ എല്ലാം പഠിപ്പിച്ചൊക്കെ തന്നു, പാട്ടും ഒക്കെ പഠിപ്പിച്ചു തന്നു. അങ്ങനെയാണ് ഞാൻ സ്റ്റേജുകളിൽ, കലോത്സവങ്ങളിൽ പാടാൻ തുടങ്ങിയത്. പക്ഷെ അല്ലാണ്ട് പാട്ട് പഠിച്ചിട്ടില്ല അല്ലേ? എവിടെയും പോയി പഠിച്ചിട്ടില്ല? എവിടെയും പഠിച്ചിട്ടില്ല. ഈ പാട്ട് പഠിക്കണം എന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ട് ഇതിലേക്ക് കൂടുതൽ ഇൻവോൾവ് ആയതിനു ശേഷം? തോന്നിയിട്ടുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ പൊട്ടൻഷ്യല് നമ്മൾ മനസ്സിലാക്കുന്നത് പോലെ വേറൊരാൾ മനസ്സിലാക്കണം എന്നില്ല. അപ്പം ഇപ്പം എല്ലായിടത്തും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവർ അല്ലെങ്കിൽ പഠിച്ചിട്ടുള്ളവർക്കാണ് കുറച്ചും കൂടി ഒരു റിലവൻസ് വരുന്നത്. അപ്പം എനിക്ക് തോന്നാറുണ്ട്. പിന്നെ എനിക്കങ്ങനെ എസ്റ്റാബ്ലിഷ്ഡ് ആവണം എന്നൊന്നുമില്ല, പക്ഷെ എൻ്റെ പാട്ടുകളിലൂടെ എല്ലാവരും അറിയണമെന്നൊരു ആഗ്രഹമുണ്ട്. അതെ. ചേച്ചി എന്തെങ്കിലും ചോദിക്കാനുണ്ടോ പാട്ടുകാരിയോട്? ഇപ്പം എത്ര നാളായി ഇത് പാടാൻ തുടങ്ങിയിട്ട്? ഞാൻ ഒരു 10th തുടങ്ങിയിട്ടാണ് മാപ്പിളപ്പാട്ടിന് പോയി തുടങ്ങിയത്. അപ്പോൾ 10th +1 +2 ഡിഗ്രി ഫസ്റ്റ് ഇയർ വരെ ഞാൻ സ്റ്റേറ്റ് വിന്നർ ആയിരുന്നു മാപ്പിളപ്പാട്ടിന്. ഇപ്പൊ എന്താ ചെയ്യുന്നത്? എന്ത് കോഴ്സാണ് പഠിക്കുന്നത്? ഞാനിപ്പോ 3rd ഇയർ BSc ഫിസിക്സ് പഠിക്കും. BSc ഫിസിക്സ്. ഈ BSc ഫിസിക്സ് എടുക്കാനായിട്ട് എന്തെങ്കിലും കാരണമുണ്ടോ? ഡിഗ്രി സബ്ജക്ട് എടുക്കുന്നെങ്കിൽ സയൻസ് ആയിരിക്കണം എന്നുണ്ടായിരുന്നു. ഫിസിക്സ് ഇഷ്ടമാണ്, അതുകൊണ്ട് ഫിസിക്സ് ഇഷ്ടമാണ്. ആൻഡ് വേറൊരു കാര്യം കൂടി പറയാനുള്ളത്, ഒരു ഗസൽ സിംഗറും കൂടിയാണ് കേട്ടോ. അതായത് മാപ്പിളപ്പാട്ടിന്റെ കൂടെ ഇതുപോലെ എനിക്ക് ബേസിക് നോളജ് ഒന്നും ഉണ്ടായിട്ടില്ല, പക്ഷെ കേട്ട് എനിക്കത് എങ്ങനെ കൺവേ ആണെന്ന് അറിയത്തില്ല. കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അതുപോലെ തന്നെ എങ്ങനെ പാടണം എന്ന്. അപ്പം ഏത് സ്റ്റൈലായാലും എനിക്ക് പാടാൻ ഇഷ്ടമാണ്, അല്ലാതെ മാപ്പിളപ്പാട്ട് എന്ന് മാത്രം എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടില്ല. ഒരാൾക്കൊരു ടാലന്റ് കിട്ടുക എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല, വളരെ അപൂർവം പേർക്ക് അത് കിട്ടാറുള്ളൂ. അപ്പം അതിന് പകുതിക്ക് വെച്ച് എന്തൊക്കെ കാര്യം, ജോലിയാണെങ്കിലും വിവാഹം കഴിഞ്ഞാലും ഒക്കെ അത് നിർത്താതെ കൊണ്ടുപോകും. തീർച്ചയായിട്ടും. ഓക്കെ, നമുക്കിനി കൂടെ വന്നിരിക്കുന്ന ഉമ്മയാണെന്ന് തോന്നുന്നു അല്ലേ? ഉമ്മയും ഇത്ത, അവരെ കൂടി ഒന്ന് പരിചയപ്പെടാം. റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം രണ്ടുപേർക്കും. നമസ്കാരം. ഉമ്മയുടെ പേരെന്താ? ഷമീന. ജമീല. നമ്മള് ജമീല എന്ന് കേട്ടിട്ടുണ്ട്. ഷമീന. ഓക്കെ, ഷമീന. അപ്പൊ ഉമ്മ പറയൂ, ഉമ്മയ്ക്ക് പാട്ട് ചെറുപ്പത്തിൽ പഠിച്ചിട്ടുണ്ടോ? എങ്ങനെയാണ് പാട്ടുമായിട്ടുള്ളൊരു ബന്ധം? ഞാൻ അങ്ങനെ പാടാറില്ല. എനിക്ക് മോള് പാടുന്നത് എനിക്ക് ഭയങ്കര താല്പര്യമാണ്. പണ്ട് മുതല് ഈ മത്സരത്തിനൊക്കെ പോകുമ്പോ ഉമ്മ പോവാറുണ്ടോ കൂടെ? ഞാനാണ് പോവാറുള്ളത്. അടിപൊളി. ശരി, ഇനി ഇത്ത പേര് പറയൂ. ഷബാന എന്ത് ചെയ്യുന്നു? സിവിൽ എഞ്ചിനീയർ കഴിഞ്ഞിരിക്കുന്നു. ഇതേപോലെ വേറെ പാട്ട്, ഡാൻസ് എന്തെങ്കിലും ഉണ്ടോ കയ്യില്? പാട്ടൊക്കെ ഉണ്ട്. നമുക്കിപ്പോ വേണമെങ്കിൽ രണ്ടുപേരും പാടിയാൽ എങ്ങനെ ഉണ്ടാവും? ഒരു പാട്ട് പാടിയാലോ? എന്ത് പറഞ്ഞു ഋഷാന? പാടുകയൊക്കെ ചെയ്യും. ഒരു 2 വരി പാടിക്കോ. നമ്മുടെ ചേട്ടന്മാരെ വെയിറ്റ് ചെയ്തിരിക്കുന്നു. താനേ തിരിഞ്ഞും മറിഞ്ഞും തൻ താമരമെത്തയിലുരുണ്ടും മയക്കം വരാതെ മാനത്തു കിടക്കുന്നു മധുമാസ സുന്ദര ചന്ദ്രലേഖ. താനേ തിരിഞ്ഞും മറിഞ്ഞും തൻ താമരമെത്തയിലുരുണ്ടും മയക്കം വരാതെ മാനത്തു കിടക്കുന്നു മധുമാസ സുന്ദര ചന്ദ്ര